വാർത്തകൾ മനുഷ്യരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. കാട്ടാക്കടയിലെ +1 വിദ്യാർത്ഥി സുദീക്ഷയ്ക്ക് പറയാനുള്ളത് അത്തരത്തിലൊരു കഥയാണ്. ഒരു മുറി മാത്രമുള്ള തന്റെ കൊച്ചു വീട്ടിലിരുന്ന് സുദീക്ഷ പഠിച്ചു നേടിയ 10ാം ക്ലാസ് A+ വിജയം മീഡിയ 1 വാർത്തയാക്കിയതോടെ സുദീക്ഷയുടെ ജീവിതം മാറിമറിയുകയായിരുന്നു. അരൂപിയായടിയങ്ങൾ അകത്തിൽ വസിക്കും ദിവ്യരക്ഷിതാവേ നമസ്കാരം. പുരോഹിതൻ വെഞ്ചരിപ്പിന്റെ ഗാനങ്ങൾ ആലപിച്ചു. സുദീക്ഷ തന്റെ പുതിയ വീട്ടിലേക്ക് അമ്മയ്ക്കും കൊച്ചനുജനുമൊപ്പം നടന്നു കയറി. പഴയ ഒറ്റമുറി ചായ്പിരുന്നെടുത്ത് ഇന്ന് അടച്ചുറപ്പുള്ള ഒരു വീടുണ്ട്. ഈ വീട് പണിതുയർത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. എന്തിനേയും ജയിക്കുന്ന മിടുക്കുകൊണ്ട് സുദീക്ഷ നേടിയെടുത്ത സ്വപ്നങ്ങളുടെ കഥ. കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പരീക്ഷയുടെ ഫലം വരുമ്പോഴാണ് സുദീക്ഷയുടെ വിജയത്തെക്കുറിച്ച് മീഡിയ 1 വാർത്ത ചെയ്യുന്നത്. പരിമിതികളോട് പടവെട്ടി കടുത്ത ദാരിദ്ര്യത്തിന് നടുവിൽ നിന്നായിരുന്നു ആ 16-കാരിയുടെ ഫുൾ A+ വിജയം. പൂവച്ചൽ പഞ്ചായത്തിലെ ചാമവിളയിലാണ് സുദീക്ഷയുടെ താമസം. 3 സെന്റിൽ ഒരൊറ്റമുറി വീട്. അമ്മ സുധയ്ക്കും അനുജൻ ഷാരോണിനുമൊപ്പം ആ മുറിയിലെ അരണ്ട വെളിച്ചത്തിലിരുന്നാണ് സുദീക്ഷ പഠിച്ചത്. വാർത്ത കണ്ട് സുദീക്ഷയുടെ പഠനം ഏറ്റെടുക്കാൻ പാലാ ബ്രില്യൻസ് അക്കാദമി മുന്നോട്ട് വന്നു. സഹായഹസ്തവുമായി വീട്ടിലെത്തിയ ബ്രില്യൻസ് അക്കാദമി അധികൃതർ അനുജനും അമ്മയ്ക്കുമൊപ്പം സുദീക്ഷ അന്തിയുറങ്ങുന്ന ഒറ്റമുറി ചായ്പിന് പകരം പുതിയ വീട് കൂടി നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. മീഡിയ 1 ചാനലാണ്, നിങ്ങളുടെ ശ്രദ്ധയാണ് ഞങ്ങളെ ഇവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിന് നിങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന മിടുക്കരായ കുട്ടികളെ നിങ്ങളിത് അന്വേഷിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മീഡിയ വഴി അറിയിച്ച് നിങ്ങൾ വഴിയാണ് ഞങ്ങളിവിടെ എത്തപ്പെട്ടത്. 10ാം ക്ലാസ് ഫലം വന്നിട്ട് ഏതാണ്ട് 1 വർഷം പിന്നിടുന്നു. സുദീക്ഷ +1 പരീക്ഷയ്ക്കുള്ള ഒരുക്കത്തിലാണ്. ഒപ്പം ഡോക്ടറാകണമെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിലും. ഇപ്പം മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് മാർച്ച് 6-ാം തീയതി തൊട്ട് പബ്ലിക് എക്സാം ആണ്. അതിന് പ്രിപ്പയർ ചെയ്യുന്നു. എൻട്രൻസിൻ്റെ കോച്ചിങ്ങും നടത്തുന്നു. ബ്രില്യൻ തന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സുദീക്ഷയുടെ പുതിയ വീട്ടിൽ നിന്നും ക്യാമറമാൻ S. അനോഷിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.